രക്തസാക്ഷിത്വത്തിന്റെ പവിത്രമായ ഓർമ്മകളുടെ മുമ്പിൽ നിൽക്കുന്നത്. ചോര വീണ മണ്ണിന്റെ ആ ഗന്ധം നൂറ്റാണ്ടുകൾ പിന്നീട് മാറാതിരിക്കുന്നതിന്റെ ആ ഒരു ശക്തമായ സാന്നിധ്യം ഒരു ഉൾത്തുടിപ്പായിട്ട് നമ്മുടെ ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരുമിച്ച് കൂടുന്നത്. വെറുതെ അല്ല, കേവലം ഒരുമിച്ച് കൂടൽ കത്തോലിക്കരുടെ നേതൃത്വത്തിൽ നമ്മൾ നടത്തുന്ന സമാധാനം എന്നതല്ല, നൂറ്റാണ്ടുകൾ കൊണ്ട് തെളിയിച്ച പവിത്രമായ ഒരു ചരിത്രയാത്രയുടെ തുടർച്ചയാണ് ഈ സമ്മേളനം ഇവിടെ ഒരുമിച്ച് കൂടുന്നത്. ഇത് കേവലം ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടൊരു സഭാ സമ്മേളനം എന്നതിനേക്കാളും ഉപരി ഒരുപാട് കാലം പിന്നിട്ട് ഒരു ചരിത്രമുണ്ട്, മൗലികമായ ഒരു ചരിത്രം. എത്രയോ നൂറ്റാണ്ടുകൾ പിന്നിട്ട് ചരിത്രമാണ്. 21-ാം നൂറ്റാണ്ടിൽ ഈ സഭയിൽ എത്തി നിൽക്കുമ്പോൾ മാർത്തോമായുള്ള മക്കൾ എന്തൊക്കെ ചെയ്തു ഈ കാലഘട്ടത്തിൽ കേരളക്കരയിലും ഭാരതത്തിലും ലോകത്തിന്റെ നാനാഭാഗത്തുമായിട്ടുള്ളത് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള സത്യമാണ്. നമ്മളിന്ന് അനുഭവിച്ചറിയുന്ന യാഥാർത്ഥ്യമാണ്. സിറോ മലബാർ സഭയെ കുറിച്ച് സങ്കടങ്ങളുണ്ട്. അതിന്റെ ഉള്ളിൽ നടക്കുന്ന അന്തർചിത്രപരമായ എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നെങ്കിലും അങ്ങനെയുള്ള അസ്വസ്ഥതകൾ ഉളവാക്കുന്ന വിധമുള്ള സങ്കടങ്ങൾ നമുക്ക് ബാക്കി നിൽക്കുമ്പോഴും നമുക്ക് ഈ സങ്കടങ്ങളിൽ കുടുങ്ങി ജീവിതം കളയാൻ പറ്റുകയില്ല. ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞതും ചെയ്തുകൊണ്ടിരിക്കുന്നതുമായ ഒരു സഭയുടെ പ്രകാശപൂരിതമായ ഒരു തുടർച്ചയാണ് നമ്മൾ എന്ന കാര്യം മറക്കരുത്. സങ്കടങ്ങൾ ഉള്ളിൽ വരുന്ന വേദനകൾ അത് നമുക്ക് പരിഹരിച്ചെടുക്കണം. പ്രാർത്ഥിച്ചും പരിശ്രമിച്ചുമൊക്കെ പരിഹരിക്കപ്പെടും. പക്ഷേ അതിനപ്പുറത്ത് ഒരുപാട് ചെയ്തതിന്റെ അഭിമാനബോധം എന്ന് പറയുന്നത് ഈ നസ്രാണി ക്രൈസ്തവ സമൂഹം, മാർത്തോമാന്ന് പറയുന്ന ഈ സമൂഹം 1-ാം നൂറ്റാണ്ടിൽ ആരംഭിച്ച് തോമാസ് ലീഹായിൽ നിന്നും രൂപപ്പെട്ടു വന്ന ഈ സമൂഹം എത്ര നെഞ്ചുറപ്പോടുകൂടിയാണ് അത് വ്യാപിച്ചത്. അതിന് കാരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. തോമാസ് ലീഹ എന്ന് പറയുന്ന മനുഷ്യന്റെ ധൈര്യം, ആ ധൈര്യം ഉണ്ടായത് മിശിഹായുടെ തിരുവിലാവിൽ നിന്നും പൊട്ടിവെടുക്കുന്ന ആ ജലധാരയിൽ നിന്നാണ്, ആ രക്തത്തിൽ നിന്നാണ് അതിനെ വളർക്കണം. അത് നേരിട്ട് കണ്ട് അനുഭവിച്ച അതുല്യമായ ഒരു ധൈര്യമാണ് തോമാസ് ലീഹായ്ക്ക് ഉണ്ടായിരുന്നത്. തോമാസ് ലീഹായുടെ ധൈര്യം തലമുറകളിലേക്ക് കൈമാറപ്പെട്ടു. തോമാസ് ലീഹായെ കുറിച്ച് ഞാൻ പറയുന്നതിന് മുമ്പായിട്ട് തോമാസ് ലീഹായിലൂടെ രൂപപ്പെട്ടു വന്ന സഭയുടെ ഒരു ചിന്തയാണ് മനസ്സിൽ ഇങ്ങനെ വലിച്ചു നിൽക്കുന്നത്. അത് നമ്മളാണ്. ഈ സഭ അതിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നടത്തിയ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ 2 വട്ടമാണ് ഭാരതം സന്ദർശിച്ചത്. ഒന്നിവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ തന്നെ ഉത്തരേന്ത്യയിൽ, അത് കഴിഞ്ഞിട്ട് ദക്ഷിണേന്ത്യയിൽ. ഈ 2 സന്ദർശനത്തിലൂടെയും അദ്ദേഹം രൂപപ്പെടുത്തിയ സഭാ സമൂഹങ്ങൾ നമ്മൾ അനുഭവിക്കുകയാണ്. നമ്മളതിന്റെ പിൻതലമുറക്കാരാണ്. ഈ സഭയിൽ ആ ചോരവീണ മണ്ണിൽ നിന്നും പൊട്ടിപ്പൊളിച്ചു വന്ന ഈ സഭയിൽ എത്രയോ വലിയ രക്തസാക്ഷികളുണ്ടായി, എത്രയോ വിശുദ്ധങ്ങളുണ്ടായി. അത് പേര് വിളിക്കപ്പെട്ടവരും പേര് വിളിക്കപ്പെടാത്തവരുമായ എത്രയോ ആളുകൾ ഇന്ന് ആ തുടർച്ച നമ്മൾ അനുഭവിക്കുകയാണ്. ഈ കഴിഞ്ഞ നാളിലെ രക്തസാക്ഷിയായി മാറിയ വിശുദ്ധയായ റാണി മരിയയെ നമ്മൾ ഓർക്കുന്നു. റാണി മരിയ തോമായുടെ മകൾ 59 കുത്തുകൊണ്ട് പിടഞ്ഞു വീണ് മരിച്ച ധീരയായ ആ ഫ്രാൻസിസ്കൻ സന്യാസിനി തോമായുടെ മകളാണ്. ഭാരതത്തിന്റെ ആദ്യത്തെ വിശുദ്ധയായിട്ട് അഭിമാനത്തോടെ നമ്മൾ ആഘോഷിക്കുന്ന വണങ്ങുന്ന അത്ഭുതസാമ തോമായുടെ മകളാണ്. പാലാരൂപതയെ കൊണ്ട് അഭിമാനിക്കാൻ കാര്യങ്ങളുണ്ടല്ലോ. അതൊക്കെ സഹനത്തിന്റെ സാക്ഷ്യങ്ങളാണ്. ഒരാൾ രക്തസാക്ഷിയായിട്ട് അങ്ങനെ നേരിട്ട് കൊല്ലപ്പെട്ടെങ്കിൽ വലിയ സഹനങ്ങളിൽ കർത്താവിന്റെ ചിത്രം തിരിച്ചറിഞ്ഞ് ജീവിച്ച മറ്റൊരു രക്തസാക്ഷിയാണല്ലോ അത്ഭുതസാമ മറ്റൊരു അർത്ഥത്തിൽ. അതുപോലെ എത്രയോ എത്രയോ ആളുകൾ ഈ ഒരു പൈതൃകം കേരളത്തിലും ഭാരതത്തിലും മാത്രമല്ലല്ലോ, ഇത് ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് വേണ്ടി മാറിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു പൈതൃകത്തെ കുറിച്ച് അഭിമാനിക്കാനായിട്ട് അറിയുന്നുണ്ട്. അത് വിശ്വാസത്തിന്റെ ഒരു വലിയ ഉറപ്പാണ്. അത് സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഒരു തരമാണ്. അത് പുരോഗതിയുടെ ഒരു വഴിയാണ്. ഇതെല്ലാം കൂടെ ചേർന്ന സമഗ്രമായ ഒരു വളർച്ച നമ്മുടെ സഭയ്ക്കുണ്ട്. ലോകത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും തോമായുടെ മക്കളുണ്ട്. ചന്ദ്രനിൽ ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. അവിടെ ഇപ്പൊ ആളുകൾ ജീവിക്കാത്തതുകൊണ്ട് അവിടെ അല്ലെങ്കിൽ അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രമാത്രം തിഷ്ണതയോടുകൂടി എവിടെയും എന്തും കെട്ടിപ്പിടിച്ചെടുക്കാനുള്ള ഒരു വലിയ നെഞ്ചുറപ്പ് അതെങ്ങനെ നമുക്ക് കിട്ടുമെന്ന് എനിക്ക് അതിശയം തോന്നാറുണ്ട്. അതൊന്ന് കുറഞ്ഞു പോകാൻ പാടില്ല കേട്ടോ. പാലക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മൂർധന്യത്തിലുള്ളവരാണെന്നാണ് വരുന്നത്. ഈ പാല ചങ്ങനാശ്ശേരി കാഞ്ഞിരപ്പള്ളിയെല്ലാം ഒറ്റ ഒരു പ്രോവിൻസായിട്ട് കിടക്കുമ്പോൾ ഒരുമിച്ച് ചിന്തിക്കുന്നവരാണ് നമ്മൾ. നമ്മളെ കുറിച്ച് തന്നെ അങ്ങനെ നമുക്ക് അഭിമാനത്തോടെ പറയാനായിട്ട് പറ്റും. നമ്മുടെ ഈ ഹൈറേഞ്ചിന്റെ മലമടക്കുകളിൽ നിന്ന് കട്ടപ്പന കോടി പോലത്തെ പ്രദേശങ്ങൾ കോട്ടയം പോലത്തെ പട്ടണമായി കഴിഞ്ഞു. അതെങ്ങനെയാണ് അവിടെ ഉണ്ടായത്? ഒരു സംശയവും നമുക്ക് വേണ്ട. അവിടേക്ക് ആദ്യം കുടിയേറിയവരും അവിടെ ജീവിച്ചു തുടങ്ങിയവരും അവിടെ വിശ്വാസം ജീവിച്ചവരും അവിടെ പള്ളി പണിതവരും അവിടെ സ്കൂൾ
ഉണ്ടാക്കിയവരും അവിടെ ആ പ്രദേശങ്ങളിൽ വലിയ പുരോഗതി ഉണ്ടാക്കിയവരും ആ പ്രദേശങ്ങളെ മുഴുവൻ ഹരിതാഭമാക്കി മാറ്റിയവരും നസ്രാണികളാണ്. അതൊരു വലിയ ചങ്കൂറ്റമാണ്. ഒരു കാലത്ത് അവിടേക്ക് ആളുകൾ പോകാനായിട്ട് സർക്കാർ തന്നെ ആവശ്യപ്പെട്ടിരുന്നു. ഗ്ലോബൽ ഫുഡിന്റെ ഒരു പ്രത്യേക പശ്ചാത്തലത്തിൽ ഇവിടെ സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടായ കാലഘട്ടങ്ങളിൽ ആളുകൾ കൃഷിക്കാൻ വേണ്ടി ഹൈറേഞ്ചിലേക്ക് കുടിയേറണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ആരും മുമ്പോട്ട് പോയില്ല. തോമാരുടെ മക്കളാണ് അവിടെ മുമ്പോട്ട് ഇറങ്ങിയത്. അതൊരു വലിയ ധൈര്യമാണ്. തോമസ് ലീഹായുടെ രക്തത്തിൽ നിന്നും മാറിക്കിട്ടിയ വിശ്വാസത്തിൽ തോന്നിയ ഒരു വലിയ ധൈര്യമാണ്. മലബാറിന്റെ ചരിത്രമെടുക്കും. മലബാറിനെ മലബാറാക്കി മാറ്റത്, അവിടെയെല്ലാം മനോഹരമായ പ്രദേശങ്ങളിൽ വികസിച്ചത്, അവിടെയെല്ലാം ജനവാസയോഗ്യമാണ്, പട്ടണങ്ങളായി മാറി, വലിയ പുരോഗതി ഉണ്ടായത്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടായത്, ആതുരാലയങ്ങൾ ഉണ്ടായത്, ആതുര ശുശ്രൂഷകൾ ഉണ്ടായത്, കാരുണ്യ പ്രസ്ഥാനങ്ങൾ നടന്നത്, കാട്ടുപ്രദേശം പോലെ കിടന്ന പ്രദേശമാണ്. ആ പ്രദേശങ്ങളൊക്കെ വളരെ ജനവാസയോഗ്യമായി മാറിയത് അനുവാദത്തോടുകൂടി, ആരും കയറി കെട്ടിപ്പിടിച്ചതും തട്ടിയെടുത്തതുമല്ല, അനുവാദത്തോടുകൂടി ആ പ്രദേശങ്ങളിലേക്ക് കുടിയേറ്റങ്ങൾ നടത്തി അവിടെ വികസിപ്പിച്ചെടുത്തത് തോമാരുടെ മക്കളാണ്. ഞങ്ങൾ പറയുന്നത് നമുക്ക് അഭിമാനിക്കാൻ ആരും ഉണ്ടെന്ന് പറയാനാണ്. ഏതോ ചില അപഭ്രംശങ്ങൾ കേട്ടിട്ടുണ്ടാകുമ്പോഴും അതിനെക്കുറിച്ച് ആകുലപ്പെട്ടിരിക്കാതെ നമുക്കിത് പറ്റുകയില്ല. അതിലുപരിയായി നമുക്കൊരു വലിയ ചരിത്രമുണ്ടെന്ന കാര്യം നമ്മുടെ ഇടയ്ക്ക് ഇതുപോലുള്ള സമാധാനത്തിലൊക്കെ ഓർപ്പെടുത്തേണ്ടതാണ്. മിഷൻ പ്രദേശങ്ങളിലേക്ക് പോയാൽ നമ്മുടെ മിഷണറിമാരാണ്. ഇവൻ ലത്തീൻ സഭയിൽ തന്നെ നമുക്കങ്ങനെ ഓൾ ഇന്ത്യ യൂണിവേഴ്സിറ്റിയുടെ അടുത്ത കാലത്ത് കിട്ടിയത്. അതിനു മുമ്പൊക്കെ നമുക്ക് ലത്തീൻ സഭയുടെ അംഗമായിട്ട് വേണമായിരുന്നു മിഷണറി പ്രവർത്തനം നടത്തുവാൻ. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ പഠിച്ചില്ല. ലത്തീൻ സഭയുടെ ഭാഗമായിട്ട് തന്നെ മാറി അവിടെ മിഷണറി പ്രവർത്തനം നടത്തിയ എത്രാന്മാരുണ്ട്, വൈദികരുണ്ട്, സന്യസ്തരുണ്ട്, എത്രയോ ആളുകൾ അവരെ. അപ്പം പല പ്രദേശങ്ങളിൽ നമ്മൾ എത്തുമ്പോൾ അവിടുത്തെ വെറ്ററൻ മിഷണറിമാരൊക്കെ ഈ മലബാർ സഭയുടെ മക്കളാണ്. ഈ മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് പോയാൽ, ആഫ്രിക്ക ഉൾപ്പെടുന്ന മിഷൻ പ്രദേശങ്ങളിലേക്ക് പോയാൽ അവിടെയെല്ലാം നമ്മുടെ സഭയുടെ മക്കള് ധീരരായ പ്രേക്ഷിതരായ ഇപ്പോഴും ഉണ്ടെന്നുള്ളത് അഭിമാനകരമാണ്. അതുപോലത്തെ വലിയ ഒരു പ്രേക്ഷിത ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു സഭയാണ്. ഇതിന്റെ ആദ്യ നൂറ്റാണ്ടുകളിൽ നമുക്കറിയാം ഈ സഭ ഒരുപാട് പ്രേക്ഷിത പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ചൈനയിൽ ആ പ്രദേശങ്ങളിൽ നൽകുന്ന വലിയ പ്രേക്ഷിത പ്രവർത്തനങ്ങളും. പിന്നീട് രണ്ടാമത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോഴത്തെ ഈ പ്രേക്ഷിത പ്രവർത്തനത്തിന്റെയും ഇതുപോലെയുള്ള സാമൂഹ്യ പ്രതിബദ്ധതകളിലൊക്കെ സുന്ദരമായ മുഖം നമ്മൾ കണ്ടുപിടുന്നത്. എങ്ങനെയാണ് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് നമ്മുടെ പിതാവായ തോമസ് ലീഹായുടെ ധീരമായ വിശ്വാസ സമർപ്പണം. അതിലേക്ക് ഞാനൊന്ന് കടന്നു വരാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തോമസ് ലീഹായെ കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. തോമസ് ലീഹ ഏറ്റവും ധൈര്യശാലിയായിരുന്നു എന്നതിനെ കുറിച്ച് ആർക്കും തർക്കമില്ല. അദ്ദേഹത്തിന്റെ 3 ഇടപെടലുകളാണ് യോഹന്നാന്റെ സുവിശേഷത്തിലുള്ളത്. യോഹന്നാന്റെ സുവിശേഷമാണ് തോമസ് ലീഹായെ കുറിച്ച് ഏറ്റവും മനോഹരമായിട്ട് കൃത്യതയോടുകൂടി വിവരിക്കുന്നത്. ആ 3 ഇടപെടലുകളിൽ ഒന്നാണ് ബഥാനിയയിലേക്ക് കർത്താവ് പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ മറ്റു ശിഷ്യന്മാർ ഈശോയെ തടസ്സപ്പെടുത്തുന്നു. അത് സ്നേഹം കൊണ്ടാണ് അർത്ഥത്തിൽ പറഞ്ഞത്. സ്നേഹത്തെക്കാൾ വലിയ ഇഷ്ടമുണ്ടെന്ന് വേണം പറയാൻ പറ്റും. യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായത്തിലാണ് യൂദയായിലുള്ളവർ കർത്താവിനെ കൊല്ലാനിരിക്കുന്നുവെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അങ്ങോട്ട് പോകുന്നത് അപകടകരമാണെന്നുള്ള സൂചന കൊടുത്തുകൊണ്ട് മറ്റു ശിഷ്യന്മാരെ തടഞ്ഞപ്പോൾ ദൈവഹിതം മാത്രം നടക്കണം എന്ന നിശ്ചയമുള്ള നിർബന്ധമുള്ള കർത്താവിനോട് അപാരമായ സ്നേഹം കൊണ്ട് ഹൃദയം നിറഞ്ഞിരുന്ന ഒരു മനുഷ്യൻ മുൻപോട്ട് നേരിടുന്നത് പറയും, നമുക്കും പോയി അവനോടൊപ്പം മരിക്കാം. അത് പറയാനായിട്ട് ആർക്കും സാധിച്ചില്ല. അപ്പോസ്തലന്മാരുടെ തലവനായ പത്രോസ് ലീഹ പോലും അക്കാര്യത്തിൽ നിശബ്ദനായിരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതൊരു സ്വതസിദ്ധമായ ഒരു ധൈര്യമാണ്. സ്വാഭാവികമായിട്ട് ചില ആളുകൾക്ക് ധൈര്യമുണ്ട്, ചില ആളുകൾക്ക് ഭയമുണ്ട്. ഈ ഭയം എന്ന് പറയുന്നത് തന്നെ മോശം കാര്യമല്ല. പാമ്പിനെ കാണുമ്പോൾ പേടിയുണ്ട്. പേപ്പട്ടി പാഞ്ഞു വരുമ്പോൾ എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടി കൊണ്ടതല്ല രക്ഷ. അപ്പം ഭയം ഉണ്ടാകുക എന്ന് പറയുന്നത് തെറ്റായ കാര്യമല്ല. പക്ഷേ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുക, ദൈവഹിതം അനുവർത്തിക്കുന്നതിൽ ആളുകളുടെ വ്യതിചലിക്കാതിരിക്കുക, അവിടെ എന്ത് സഹനം ഉണ്ടായി കഴിഞ്ഞാൽ ഉറച്ചു നിൽക്കാൻ പറ്റുക, അത് പരിശുദ്ധാത്മാവ് നൽകുന്നൊരു കൃപയാണ്. സ്വാഭാവികമായ ധൈര്യമുള്ളവരും അല്പം ധൈര്യം കുറഞ്ഞവരും ഒക്കെ ഓരോ വ്യക്തിയുടെയും സ്വഭാവ പ്രത്യേകത അനുസരിച്ച് വ്യത്യസ്തമായിട്ടുണ്ടാകും. അതല്ല ഇവിടുത്തെ പ്രശ്നം. മറിച്ച് പരിശുദ്ധാത്മാവ് നൽകുന്ന വലിയൊരു കൃപയുണ്ട്. അതാണ് സുവിശേഷത്തിന് വേണ്ടിയിട്ട് ധീരമായി മരിക്കേണ്ടി വന്നാലും ഒരു വിട്ടുവീഴ്ചയില്ലാതെ ഉറച്ചു നിൽക്കുക. നീതിക്കും സത്യത്തിനും വേണ്ടി എപ്പോഴും നിലപാട് സ്വീകരിക്കുക. ദൈവത്തിന്റെ ഹിതം എന്താണോ അത് നടപ്പിലാക്കുന്നതിൽ അണുവിട വ്യതിചലിക്കാതിരിക്കുക. ഇത് അഭിഷേകമാണ്. ഇത് പരിശുദ്ധാത്മാവിന്റെ കൃപയാണ്. ആ കൃപ തോമസ് ലീഹായെ
പ്രസിദ്ധമായ ധൈര്യത്തോടൊപ്പം അഡീഷണൽ ആയിട്ടുണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതുകയാണ്. അതെവിടെ നിന്നാണ് കിട്ടുന്നത്? അത് കിട്ടുന്നത് ആ ഒരു കണ്ടുപിടിപ്പിൽ. തോമസ് ലീഹ കർത്താവിനെ കണ്ടുപിടുന്നത് സങ്കടങ്ങളുടെ വഴിയിൽ ഒരു അവസാന ദർശനം പോലെയാണ്. എനിക്ക് തോമസ് ലീഹയെ കുറിച്ച് പറയാനുള്ള കാര്യം അതാണ്. എന്നെ ഒന്നുകൂടി ചേർത്തിയാൽ പറയാം. മുമ്പായിട്ട് ഞാൻ പറയുന്നത് ഈ ഒരു എൻകൗണ്ടർ, മാറുവാല എന്ന ഒരു നിലവിളി, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, അത് കർത്താവിന്റെ തിരുമുറിവുകൾ കണ്ടിട്ടുള്ള ഒരു നിലവിളി. സഭാപിതാക്കന്മാര് ഈ നിലവിളിയെ കുറിച്ച്, എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നുള്ള ഈ രണ്ട് വാക്കുകളെ കുറിച്ച് പറയുന്നത് ഏറ്റവും പൂർണ്ണതയുള്ള വിശ്വാസ പ്രഘോഷമാണ്. സുവിശേഷ ആളുകളിൽ ഒരിടത്തും കാണാത്ത, ഒരു ശ്രീഹാരുടെയും അധരത്തിൽ നിന്നും പൊഴിഞ്ഞു വീഴാത്ത ഏറ്റവും പൂർണ്ണതയുള്ള വിശ്വാസ പ്രഘോഷമാണ് He is my Lord and my God. അതിനേക്കാൾ വലിയ മറ്റൊന്നില്ല. സർവാധിപനം കർത്താവേ എന്നുള്ള ഗീതം, കർത്താവിനെ നമ്മൾ ആവർത്തിച്ച് പാടുന്നത് അത് ഉൾക്കൊള്ളുന്നത് തന്നെയാണ്. അങ്ങന്റെ ജീവിതത്തിന്റെ എല്ലാമാണ്, അങ്ങന്റെ ദൈവമാണ്. അങ്ങന്റെ ജീവിതത്തിന്റെ നാഥനും കർത്താവുമാണ്, അവിടുന്ന് എന്റെ ദൈവമാണ്. ഇതുമാണ് നമ്മൾ ഏറ്റുപറയുന്നത്. നമ്മുടെ മാമോദീസായാലും തൈലാഭിഷേകത്തിലും എല്ലാ കൂദാശകളിലും നമ്മൾ ഏറ്റുപറയുന്നത് ഈ സത്യമാണ്. ഇത് സഭയുടെ വിശ്വാസത്തിന്റെ ചുരുക്കെഴുത്താണ് ഈ രണ്ട് വാക്കുകൾ. ആ ഒരു വലിയ പ്രഖ്യാപനം തോമസ് ലീഹ നടത്തുന്നത് കർത്താവിന്റെ തിരുമുറിവുകൾ കണ്ടിട്ടാണ്. ഈ തിരുമുറിവുകൾ എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഏറ്റവും മഹത്തായ പ്രകാശനമാണ്. കാൽവരിയിൽ പിഴഞ്ഞു മരിച്ച, മനുഷ്യകുലത്തിന് വേണ്ടി ജീവനർപ്പിച്ച മഹാസ്നേഹത്തിന്റെ മാറാത്ത ഒരുപാടുകളിൽ നോക്കിയിട്ടാണ് തോമ വിളിച്ചു പറയുന്നത് എന്റെ കർത്താവ്, എന്റെ ദൈവം. ഈ ഒരു നിലവിളിയിൽ അദ്ദേഹത്തിന് കിട്ടിയ ഒരു അഭിഷേകമാണ്. അതൊരിക്കലും ആർക്കും ചെറുതായി കാണാൻ കഴിയാത്ത വിധമുള്ള അത്ര തീക്ഷ്ണമായ ഒരു അഭിഷേകമാണ്. സ്വതസിദ്ധ്യ ധൈര്യശാലിയായിരുന്ന തോമ ഈ ഒരു അഭിഷേകം സ്വീകരിച്ചതോടുകൂടി പരിശുദ്ധാത്മാവിന്റെ പ്രഭാവനം നിറഞ്ഞ തോമ പിന്നെ എത്ര വിദൂരമായ നാട്ടിലേക്കാണ് വന്നത്, എന്തുമാത്രം പ്രതിസന്ധികളെയാണ് തരണം ചെയ്തത്. ആ കരുത്താണ് മാർത്തോമാ നസ്രാണികൾക്ക് ലഭിച്ചിരിക്കുന്നത് എന്നത് അഭിമാനത്തോടെ നമ്മൾ ഓർക്കേണ്ടതാണെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നുള്ള ആ വിളി തോമായുടെ മക്കളുടെയും ഹൃദയസ്പന്ദനമാണ്. എന്റെ ജീവിതത്തിന്റെ മുഴുവനും കർത്താവാണ് അവിടുന്ന് എന്ന് അർത്ഥപൂർണമായിട്ട് പറയാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ചോദ്യമാണ്. നമ്മൾ പലപ്പോഴും നമ്മുടെ വീടിന്റെ മുൻപിലൊക്കെ അല്ലെങ്കിൽ വീടിന്റെ ഉമ്മറത്തൊക്കെ ബോർഡ് തൂക്കിയിടാറുണ്ട്. കർത്താവിന്റെ ഈശോയെ കുടുംബത്തിന്റെ നാഥൻ എന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ എന്റെ വാക്കിന്റെ, എന്റെ ചിന്തയുടെ, എന്റെ തീരുമാനങ്ങളുടെ, എന്റെ പ്രവർത്തനങ്ങളുടെ യഥാർത്ഥ നാഥൻ കർത്താവ് ഈശോ തന്നെയാണോ എന്ന കാര്യം നമ്മൾ ചോദിക്കേണ്ട ദിവസമാണ്. അവിടെ നിന്റെ ദൈവമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എനിക്കതിനപ്പുറത്തൊന്നുമില്ല. എന്റെ ദൈവം എനിക്കെല്ലാമാണ് എന്നുള്ള ചിന്തയാണ്. എന്റെ ദൈവത്തെ വിട്ട് പിന്നെ മറ്റൊന്നും എനിക്കില്ല. ആ ദൈവത്തിന്റെ ഹിതം ഉപേക്ഷിച്ചുകൊണ്ട് എന്റെ വാക്കിലോ ചിന്തയിലോ പ്രവൃത്തിയിലോ മറ്റൊന്നില്ല എന്നുള്ള തീരുമാനമാണ്. അതുകൊണ്ട് ഈ രണ്ട് വാക്കുകളുടെയും അർത്ഥം ആഴത്തിൽ ഗ്രഹിച്ചുകൊണ്ട് അതൊന്ന് ജീവിക്കാനും പുനരർപ്പിക്കാനും പറ്റിയ ഒരു നല്ല ദിവസമാണ് ഇന്ന് എന്നുകൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മറ്റൊന്നുള്ളത്, ഈ തോമസ് ലീഹ വാസ്തവത്തിൽ ഏറ്റവും വലിയ സഭാസ്നേഹിയായിരുന്നു. സഭാസ്നേഹി ഞാൻ പറയുമ്പോൾ സ്ത്രീകന്മാരുടെ കൂട്ടായ്മയിൽ ഏറ്റവും ചേർന്ന് നിന്ന വ്യക്തിയാണ്. അപ്പൊ ചിലപ്പോൾ നമ്മൾ ചോദിക്കും, അപ്പൊ അതൊക്കെയാണ് പിന്നെ അവിടെ ഇല്ലാതെ പോയത് കാരണം ഞാനൊന്നും നിലച്ച് പറഞ്ഞല്ലോ. അത് അവിടെ നിന്ന് മനസ്സുകൊണ്ട് അകത്ത് പോയതല്ല, ആവശ്യങ്ങൾക്ക് വേണ്ടി പുറത്തു പോയതാണ്. ആരെങ്കിലും ഒക്കെ പുറത്തു പോയി എന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കണമെങ്കിൽ അത് തോമായിക്കായിരിക്കും ആ ധൈര്യമുള്ളതുകൊണ്ടാണ്. പക്ഷെ തോമസ് ലീഹായുടെ ജീവിതത്തെ നിങ്ങളൊന്ന് മനസ്സിലായിരിക്കും. ഈശോയ്ക്ക് വേണ്ടി മരിക്കാൻ തയ്യാറുണ്ടെന്ന് പറഞ്ഞ ഒരു വ്യക്തി അവിടെ ഇല്ലാതിരിക്കുന്ന സമയത്ത്, ആ വ്യക്തി മാത്രം ഇല്ലാതിരിക്കുന്ന സമയത്ത് എല്ലാം അറിയുന്ന ഉചിതനായ നമ്പരാൻ ബാക്കി എല്ലാവർക്കും പ്രത്യക്ഷം കൊടുത്തു എന്ന് പറയുന്ന ആ ഒരു വേദന നമ്മളൊക്കെ ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ത് ചിന്തിക്കുമായിരുന്നു എന്ന് കൂടി ഓർക്കുന്നുണ്ട്. ഈ പരിപാടിക്ക് ഞാൻ ഇവിടെ നിപ്പറങ്ങുക സ്ത്രീകന്മാരുടെ കൂട്ടായ്മയൊക്കെ ഇനി നിർത്തി ഞാൻ എന്റെ വഴിക്കെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയാണ്. എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാരുടെ കാര്യത്തിൽ കുറച്ചൊക്കെ നമ്മളത് കാണുന്നുണ്ടല്ലോ. ലൂക്കാസ് സുവിശേഷം 24-ാം അധ്യായത്തിൽ 13 പേരുടെ വാക്യങ്ങളിലെ ക്ലയോപാസ് കൂട്ടുകാരൻ വിട്ടുപോകുന്നവരെ പുറകെ പിടിക്കും കർത്താവ് സത്യമാണ്. പക്ഷെ അവര് വിട്ടുപോകുന്നതിന് കാരണമുണ്ട്. അവര് വിചാരിച്ചിടത്തൊന്നും സംഭവിച്ചില്ല. ഞങ്ങളുടെ വലിയ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്നിട്ടൊന്നും സംഭവിച്ചില്ല. വല്ലാത്തൊരു പെടുമരണത്തിലെല്ലാം നിന്നു. അതുകൊണ്ട് ഞങ്ങൾ പോകുന്നു ഞങ്ങളുടെ വഴിക്കെന്ന് പറഞ്ഞുകൊണ്ട് അകന്നു പോകുന്ന ക്ലയോപാസിനെയും കൂട്ടുകാരനെയും കാണുന്നുണ്ട്. അവിടെയാണ് തോമസ് ലീഹ പ്രത്യക്ഷനാകുന്നത്.
എന്നെ മാത്രം ഒഴിവാക്കിക്കൊണ്ട് അവൻ പ്രത്യക്ഷം നൽകിയെന്ന് ചിന്തിച്ചിട്ട് പോലും ആ കൂട്ടായ്മ വിട്ടുപോകാത്ത തോമാശ്ലീഹ എന്തോ ഒരു വലിയ കൂട്ടായ്മയുടെ അടയാളമാണ്. തോമാശ്ലീഹയുടെ ജീവിതത്തിൽ അദ്ദേഹം ആ ഒരു വറുതിയുടെ ദിവസങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. കഠിനമായ ഒറ്റപ്പെടലിന്റെയും പരിത്യക്തതയുടെയും സങ്കടങ്ങളുടെയും സമയത്തിലൂടെ കടന്നു പോവുകയാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ വിഷമിക്കുന്നത് മനുഷ്യർ നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോഴല്ല, ദൈവം പോലും നമ്മളെ ഉപേക്ഷിച്ചല്ലോ എന്ന് തോന്നുമ്പോഴാണ്, അല്ലേ? ദൈവം പോലും എന്നെ ഉപേക്ഷിച്ചല്ലോ എന്ന് തോന്നിയ സന്ദർഭം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. അത്തരം സന്ദർഭമാണ് തോമാശ്ലീഹ അഭിമുഖീകരിക്കുന്നത്. എന്റെ കർത്താവ് പോലും എന്നെ കൈവിട്ടോ, അവനോടൊപ്പം മരിക്കാൻ ഞാൻ മാത്രം റെഡിയായിരുന്നിട്ട് പോലും എന്നെ ഒഴിവാക്കിക്കൊണ്ട് അവൻ പ്രത്യക്ഷം നൽകി കടന്നുപോയി എന്നൊരു വലിയ വേദനയാണത്. ആ തീരാത്ത വേദന മനസ്സിൽ ഒതുക്കിക്കൊണ്ട് തോമ കൂടെ നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭയിൽ നിന്ന് അകന്നു പോകാൻ എളുപ്പമാണ്. വിശുദ്ധരാകുന്ന മൂലക്കല്ല്, സ്ത്രീകന്മാരാകുന്ന അടിത്തറയിൽ രൂപപ്പെടുത്തപ്പെട്ട തിരുസഭ, അത് കർത്താവിന്റെ ഭൗതിക ശരീരമാണ്. ആ സഭയിൽ നിന്ന് അകന്നു പോകാൻ നമുക്ക് എണ്ണി കാരണങ്ങൾ കണ്ടെത്താൻ പറ്റും. പരിത്യക്തതകൾ, പ്രതിസന്ധികൾ, കുറ്റപ്പെടുത്തലുകൾ, ഒറ്റപ്പെടുത്തലുകൾ, നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തികളെന്ന് ചിന്തിക്കുന്ന ആളുകൾ പോലും നമ്മളെ മനസ്സിലാക്കുന്നില്ല, അല്ലെങ്കിൽ അവര് നമ്മളെ പരിഗണിച്ചില്ല എന്നുള്ള കാര്യങ്ങൾ, ഇങ്ങനെ ഒരുപിടി കാര്യങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാറുണ്ട്. അവിടെയൊക്കെ തോമ വേറിട്ട് നിൽക്കുകയാണ്. തോമാശ്ലീഹ അല്പം പോലും അകലാതെ ആ കൂട്ടായ്മയിൽ ചേർന്ന് നിൽക്കുന്നു. അതുകൊണ്ട് തിരുസഭയോട്, മാതൃസഭയോട് ഒരു കാരണവശാലും അകന്നു പോകാതെ ചേർന്ന് നിൽക്കാനുള്ള വലിയൊരു സന്ദേശം തോമാശ്ലീഹ നൽകുന്നുണ്ട്. തോമാശ്ലീഹയുടെ അത്രയും കാരണങ്ങൾ നമുക്ക് പലപ്പോഴും ഇല്ലെങ്കിൽ പോലും നമ്മൾ അകന്നു പോകാൻ ഇടയാകുന്നെങ്കിൽ മാറി ചിന്തിക്കണമെന്ന് കർത്താവ് ആവശ്യപ്പെടുകയാണ്. ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് പറയട്ടെ, ദൈവം താമസിച്ചു വരുന്നവനാണ്, ദൈവം വൈകി വരുന്നവനാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചിലപ്പോഴൊക്കെ ഉത്തരം കിട്ടാത്തതിന്റെ നമ്മൾ അനുഭവിക്കാറുണ്ട്. എന്തുകൊണ്ട് ഇങ്ങനെ, എന്തുകൊണ്ട് ദൈവം എന്നോട് സംസാരിക്കുന്നില്ല, എന്തുകൊണ്ട് എനിക്ക് ഉത്തരം കിട്ടുന്നില്ല തുടങ്ങിയ ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയരുന്നു. ഇത്തരം ചോദ്യങ്ങളുടെ നടുവിൽ ദൈവത്തെ പോലും ചിലപ്പോൾ നമ്മൾ തള്ളി പറയാൻ ശ്രമിക്കാറുണ്ട്. ദൈവത്തെ പോലും ഇങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ വിശ്വാസത്തോടെ ഉപേക്ഷിക്കുകയാണ്, എനിക്ക് ദൈവവും വേണ്ട, സഭയും വേണ്ട, ഒന്നും വേണ്ട, പള്ളിയും വേണ്ട, പട്ടക്കാരനും വേണ്ട, പ്രാർത്ഥിച്ചിട്ട് പോലും ഉത്തരം കിട്ടുന്നില്ല, ആരോടും ചോദിച്ചിട്ട് സമാധാനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പല കാരണങ്ങളെയും പേര് ചിലപ്പോൾ നമ്മൾ അകന്നു നിൽക്കാം. ദൈവം താമസിച്ചു വരുന്നവനാണെന്ന് പറയാൻ ഞാൻ കാരണം അബ്രാഹത്തിന്റെ ജീവിതം എടുക്കും. അബ്രാഹം വിശ്വാസികളുടെ പിതാവായി മാറുന്നത് താമസിച്ചെത്തുന്ന ദൈവത്തിന് വേണ്ടി കാത്തിരുന്നത് കൊണ്ടാണ്. അബ്രാഹത്തിന് ദൈവം ഉറപ്പുകൊടുത്തിരുന്നു, ആകാശത്തിലെ നക്ഷത്രജാലങ്ങൾ പോലെയും ഭൂമിയിലെ മണത്തിൽ പോലെയും മക്കളെ തരുമെന്ന്. എന്നിട്ടോ ഒന്നും കിട്ടിയില്ല. വാർദ്ധക്യത്തിൽ മാത്രമാണ് വരദാനം പോലെ മരണത്തിന് കിട്ടിയത്. അബ്രാഹം കാത്തിരിക്കുകയാണ്, ദൈവത്തിന്റെ സമയത്തിന് വേണ്ടി, കൈറോസിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ആ ദൈവസമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന മനുഷ്യൻ വിശ്വാസത്തിൽ വളരുകയാണ്. എന്നിട്ടോ ഇതുപോലെ കിട്ടിയ മകൻ കുറച്ചൊക്കെ വളർന്നു കഴിഞ്ഞപ്പോഴേക്കും ദൈവം വീണ്ടും ആവശ്യപ്പെടുന്നു, അവനെ നീ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണം. അങ്ങനെ ബലിയർപ്പിക്കാനായിട്ട് കൊണ്ടുപോകും. അതിന് പോലും അബ്രാഹം സമ്മതം കൊടുക്കുകയാണ്. ചോദ്യങ്ങൾ ഏറെയുണ്ട് അവിടെ. പിന്നെ എങ്ങനെയാണ് ഈ വംശാവലിയെല്ലാം ഉണ്ടാകാൻ പോകുന്നത്? എങ്ങനെയാണ് ഇതുപോലെ എനിക്കൊരു തലമുറ രൂപപ്പെട്ടു വരുന്നത്? ഒരു ചോദ്യവും ചോദിക്കുന്നില്ല. ദൈവത്തിന്റെ ദിനം കാത്തിരിക്കുകയാണ് മനുഷ്യൻ. അദ്ദേഹം ആ മല ചവിട്ടി, തീയിൽ ചവിട്ടി എന്നതുപോലെ മല കയറി മുകളിലെത്തി ഒരു ബലിപീഠം ഉണ്ടാക്കി അവിടെ വിറകെടുക്കി. എന്നിട്ടും ദൈവം ഇടപെടുന്നില്ല. ഒരു ഇടപെടലും ഒരു സ്വരവും കേൾക്കുന്നില്ല. അവസാനം ആ കത്തിയെടുത്ത് തോന്നി നിൽക്കുന്ന സമയത്ത് മാത്രമാണ് ദൈവത്തിന്റെ സ്വരം മുഴങ്ങുന്നത്. അവിടെ മാലാഖയെ കാണുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ ജീവിതത്തിന്റെ വിശ്വാസ വഴിയാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ വൈകി എത്തുന്നതിന്റെ കാരണം ഞാനും നിങ്ങളും വിശ്വാസത്തിൽ വളരാൻ വേണ്ടിയിട്ടാണ്, സ്നേഹത്തിൽ ജ്വലിക്കാൻ വേണ്ടിയിട്ടാണ്. അബ്രാഹത്തെ പോലെ വൈകി എത്തുന്ന ദൈവത്തെ കാത്തിരിക്കാൻ കഴിവുള്ളവർക്ക് മാത്രമാണ് വിശ്വസിക്കാനും വളരാനും പറ്റുന്നത്. തോമാശ്ലീഹയെ പോലെ വേദനയുടെ നടുവിൽ വിശ്വാസത്തിന്റെ വിങ്ങലുകൾ അനുഭവിക്കുമ്പോഴും, ഒറ്റപ്പെടലിന്റെ തിക്തതകൾ അനുഭവിക്കുമ്പോഴും, പലപ്പോഴും ഏകാന്തതയിൽ അകപ്പെട്ടു പോകുമ്പോഴും ദൈവം ഇടപെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് കാത്തിരിക്കാൻ കഴിയുന്നവർക്കാണ് അത്ഭുതങ്ങൾ കിട്ടുന്നത്. അവരാണ് കരുത്തുറ്റവരായി മാറുന്നത്. അവരാണ് യഥാർത്ഥത്തിൽ വലിയവരായി മാറുന്നത്. ഇത് തോമ നൽകുന്ന സുവിശേഷമാണ്. അതുകൊണ്ട് ദൈവത്തോടും സഭയോടും എന്നും ചേർന്ന് നിൽക്കാൻ നമുക്കാവണം. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടായാലും, ഏതെല്ലാം തരത്തിൽ നമ്മൾ പുറത്താക്കപ്പെടുന്നുവെന്ന് തോന്നിയാലും, ദൈവവും വിശുദ്ധയുടെ ശരീരമായ സഭയും നമുക്ക് സ്വന്തമാണ്. അതിൽ നിന്നും അണുവിട വ്യതിചലിക്കാൻ ഇടയാവരുത് എന്നുള്ളൊരു വലിയ പാഠം തോമാശ്ലീഹ നൽകുന്നുണ്ട്. ആ ഒരു വിശ്വാസത്തിന്റെ ചങ്കുറപ്പ്, ആ ഒരു സ്നേഹത്തിന്റെ ജ്വലനം, അതാണ്
4 ദിവസം തോമായിക്ക് കർത്താവ് കൊടുക്കുന്ന വലിയ ഒരു സമ്മാനം. ആ സമ്മാനമാണ് ഈ വിശ്വാസത്തിൽ തോമായ എത്രമാത്രം വളർത്തതും ഇതുപോലൊരു വിദൂര ദേശത്ത് വന്നിട്ട് ഈശോ മിശിഹായ്ക്ക് വേണ്ടി ജീവൻ കൽപ്പിക്കാൻ കരുത്ത് പകരുന്നതും. ഈ തോമായുടെ മക്കളായ നമുക്കും ഇതേ കരുത്തും ശേഷിയുമാണ് ആവശ്യം. അത് നമുക്കുണ്ട്. പക്ഷെ നമ്മൾ ഓരോരുത്തരും വ്യക്തിപരമായിട്ട് അത് കണ്ടെത്തി വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണെന്ന് ഈ പുണ്യപ്പെട്ട ദിവസം തോമാശ്രീക നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഈ വിശ്വാസത്തിന്റെ മറുപുറമാണ് സമുദായബോധം. വിശ്വാസ സമൂഹത്തിന്റെ, വിശ്വാസ ജീവിതത്തിന്റെ സ്വാഭാവികമായിട്ടുള്ള സാമൂഹ്യ പ്രതിബദ്ധതയുടെ മുഖമാണ് സമുദായബോധവും സമുദായ ജീവിതവും. കത്തോലിക്ക കോൺഗ്രസ് എന്ന സമുദായ സംഘടന ശക്തമാണ് ഇന്ന് കേരളത്തിൽ. കേരളത്തിൽ മാത്രമല്ല, അത് ആഗോളതലത്തിൽ അത് ശക്തിപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ ഒരു രാഷ്ട്രീയ സംഘടനയല്ല, പക്ഷെ രാഷ്ട്രീയത്തെ നിയന്ത്രിക്കാൻ നമുക്ക് പറ്റും. നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഭക്ത സംഘടനയല്ല, പക്ഷെ ദൈവിക കാര്യങ്ങൾ നമ്മൾ സജീവമായിട്ടുണ്ട്. അതുകൊണ്ട് വിശ്വാസത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് സാമൂഹിക, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലകളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുവാൻ വേഗം ഈ കാലഘട്ടത്തിൽ വളർത്തിയെടുത്തിരിക്കുന്ന ഒരു സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. ഇതിന് വലിയ ചരിത്രമുണ്ട്, നമുക്കറിയാം. ആ ചരിത്രത്തിന്റെ തുടർച്ചയായിട്ടാണ് നമ്മളിപ്പോൾ ഒന്നുകൂടി ശക്തി ആർജിക്കാൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പല പ്രതിസന്ധികളും ഇന്ന് നമ്മൾ ഈ ഭാരതത്തിൽ അനുഭവിക്കുന്നുണ്ട്. വിഷയങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. മറ്റു വിവിധങ്ങളായ പ്രതിസന്ധികൾ വർഗീയ, സാമൂഹിക, സാംസ്കാരിക ഇടങ്ങളിൽ ഇന്ന് വർദ്ധമാനമായിക്കൊണ്ടിരിക്കുകയാണ്. വിഭാഗീയതകൾ വർദ്ധിച്ചു വരുന്നു, വിധ്വംസന പ്രവർത്തനങ്ങൾ വർദ്ധിച്ചു വരുന്നു, വർഗീയതയുടെ പേരിൽ എല്ലാം ലേബലൈസ് ചെയ്യപ്പെടുന്നു, ഭീകര പ്രവർത്തനങ്ങൾ വിവിധ മാനങ്ങൾ സ്വീകരിക്കുന്നു, മയക്കുമരുന്ന് ലോബികളുടെ വലിയ ഇടപെടൽ നടക്കുന്നു. ഓപ്പറേഷൻ തൂഫാൻ എന്നത് ഇന്ന് സർക്കാർ നടത്തിയിരിക്കുന്ന വളരെ ശക്തമായ, വളരെ സുന്ദരമായ ഒരു പ്രോജക്റ്റാണ്. സ്ത്രീകളുടെ ഫ്രീ യാത്രയെ കുറിച്ച് എനിക്ക് വലിയ താല്പര്യമില്ലല്ലോ. ഇതെന്നെ കണ്ടിട്ട് കാണിക്കുന്നുണ്ട്. സർക്കാരിന് വലിയ കടബാധ്യത ഉണ്ടാക്കിയിട്ടുണ്ട്. ചെറിയൊരു അബദ്ധം പറ്റിയതാണോ ഇപ്പോഴത്തെ സർക്കാരിന് എനിക്കൊരു ചെറിയ സംശയം. ഇപ്പൊ ഇത് ഒരു 5 അംഗ സാധനങ്ങളുടെ ജനതിമാര് പോലും കാത്തു നിൽക്കുകയാണ് സർക്കാർ വേണ്ടി വരുന്നത്. ബാക്കിയുള്ളവർക്ക് കയറിപ്പോട്ടെ, വലിയ പ്രശ്നമാണ്. പ്രൈവറ്റ് ബസ്സുകളുള്ളവർക്ക് കൂടി ഇപ്പോഴൊന്നും എനിക്കറിയില്ല, അവരൊക്കെ വലിയ സങ്കടത്തിലാണ്. അതുകൊണ്ട് പറ്റുമെങ്കിൽ കത്തോലിക്ക കോൺഗ്രസിനെ ആളുകൾ ഈ സർക്കാർ വേണ്ടി നോക്കി നിൽക്കരുതേ എന്ന് എനിക്കൊരു അഭ്യർത്ഥനയുണ്ട്. കാരണം കേരളത്തിലെ വനിതകളൊക്കെ നല്ല ശാക്തീകരിക്കപ്പെട്ടവരാണ്. ഉത്തരേന്ത്യയിലാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നല്ലതായിരുന്നു. ചെറിയൊരു പിഴവ് വെച്ചതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. ഒത്തിരി നല്ല കാര്യങ്ങളും നല്ല ബഡ്ജറ്റുമാണ് ഇപ്രാവശ്യത്തെ സർക്കാർ ചെയ്തേക്കുന്നത്. ഒന്നാന്തരം ബഡ്ജറ്റാണ്. കാർഷിക മേഖലയെ നന്നായിട്ട് സ്പർശിച്ചിട്ടുണ്ട്. അതുപോലെ ഈ സമുദ്ര മേഖലയെ നന്നായി സ്പർശിച്ചിട്ടുണ്ട്. മലയോര മേഖലയ്ക്ക് നല്ല രീതിയിലുള്ള പരിഗണനയുണ്ട്. പൊതുവെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ബഡ്ജറ്റാണ്. പക്ഷേ ചെറിയ പിഴവ് വെച്ചിട്ടാണ് ഈ ഇന്ദിര ഉറപ്പെന്ന് പറയുന്ന ഈ പദ്ധതി പറഞ്ഞ് എനിക്കൊരു അത് പോട്ടെ, അത് അതിന്റെ വഴിക്ക് പോട്ടെ. പക്ഷേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, കത്തോലിക്ക കോൺഗ്രസിലെ വനിതാ രത്നങ്ങൾ സർക്കാർ വേണ്ടി നോക്കി നിൽക്കാതെ വേറെ വണ്ടികൾക്ക് കയറി പോകുന്നതാണ്. അത്രയും കൂടെ പൈസ സർക്കാരിലുണ്ട്. ഖജനാവിൽ പൈസ തീരെയില്ലാത്ത അവസ്ഥയിൽ എത്ര കോടികളുടെ നഷ്ടം വന്നിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടേതായ നമുക്ക് പരിശ്രമിക്കും. കേരളത്തിലെ വനിതകൾ ശാക്തീകരിക്കപ്പെട്ടവരും ഇവിടെ ഇരിക്കുന്നവരെ കണ്ടാൽ കത്തോലിക്ക കോൺഗ്രസിലെ കാര്യത്തിന്റെ വനിതകളാണ് ഇവിടെ ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ വനിതകൾക്ക് ഇതിന് വലിയ ശാക്തീകരണമൊന്നും ആവശ്യമില്ല. പുരുഷ ശാക്തീകരണമാണ് കേരളത്തിലുള്ള ആവശ്യമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ചെറുപ്പക്കാരും പിള്ളേരും ആൺകുട്ടികൾ അവിവാഹിതരായി നിൽക്കുന്നവര് ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിലും അതിന് പ്രധാനപ്പെട്ട ഒരു കാരണം പെൺകുട്ടികളുടെ യുവതികൾക്കൊപ്പം അവർ ഉയർന്നിട്ടില്ല എന്നുള്ളതാണ്. ഈ ഹൈറേഞ്ചിന്റെ ബുദ്ധിമുട്ടുകൾ കേരളത്തിൽ നന്നായിട്ട് അറിയുന്ന ഞാൻ, എനിക്കത് കൃത്യം പറയാൻ പറ്റും. ഇവിടെയാണെങ്കിലും നാട്ടിലെ ഇവിടുത്തെ പ്രശ്നങ്ങൾ വ്യത്യസ്തമായിരിക്കില്ല. കണക്കെടുത്ത് നോക്കിക്കോ, കൂടുതലും ആൺകുട്ടികളാണ് വിവാഹം കഴിക്കാൻ നിൽക്കുന്നത്. അവര് മോശക്കാരായതുകൊണ്ടൊന്നുമല്ല, കള്ളുകുടിയന്മാരായതുകൊണ്ടൊന്നുമല്ല, പക്ഷേ അവരെക്കാൾ ഉയർന്നിരിക്കുന്നത് ഇവിടെ പെൺകുട്ടികൾ. ഒരു നല്ല കാര്യമാണ്, പക്ഷെ ഈക്വലായിട്ട് വേണമെന്ന് പറയാൻ, അല്ലെങ്കിൽ അപകടമുണ്ട്. അതുകൊണ്ട് ഇവിടെ ആൺകുട്ടികളെ കൂടെ ശക്തീകരിക്കാനുള്ള ഉത്തരവാദിത്വം കത്തോലിക്ക കോൺഗ്രസ് ഏറ്റെടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അവർ മുൻനിരയിലേക്ക് വരണം. നിങ്ങൾ സമ്മതിക്കുന്നുണ്ടോ? അമ്മമാർക്ക് വാർത്തകളുണ്ട് കേട്ടോ, അത് തീർച്ചയായിട്ടും നമുക്ക് ആവശ്യമാണ്. ഓപ്പറേഷൻ തൂഫാനോട് ചേർന്നുകൊണ്ട് വളരെ തീഷ്ണമായിട്ട് തൂഫാൻ പരിയേഷായിട്ട് നമുക്ക് പ്രവർത്തിക്കാൻ സാധിക്കണം കേട്ടോ. കാരണം ഒരുപാട് നമ്മുടെ ഈ വളരുന്ന ഒരു യുവത ഇന്ന് ഈ ഇതിനടിപ്പെട്ടു പോകുന്നത്, മയക്കുമരുന്നിന് അടിപ്പെട്ടു പോകുന്നത് വലിയ പ്രതിസന്ധിയാണ്. നമ്മളതിനെ കുറിച്ച് ചെറുതായി ചിന്തിക്കരുത്. ഗൗരവമായ വിഷയമാണ്. സർക്കാർ വളരെ കൃത്യതയോടുകൂടി അക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് പറയാൻ സന്തോഷമുണ്ട്. സർക്കാരിന്റെ പരിപാടിയാണെന്ന് പറഞ്ഞ് നമ്മൾ മാറിക്കല്ല വേണ്ടത്, മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്. നമ്മുടെ മുന്നിട്ടിറങ്ങണം.
നമ്മുടെ സ്കൂൾ കോളേജ് ക്യാമ്പസുകളൊക്കെ അതിൽ നിന്ന് വിമുക്തമാകാനായിട്ട് നമ്മൾ മുന്നിട്ട് വേണം. ഒറ്റ ചെറുപ്പക്കാരെയും ഇത് ഉപയോഗിച്ച് നശിക്കാനിടയാവുന്നത് ഇതിന്റെ കാരിയേഴ്സിനെ മാറുന്നത് കത്തോലിക്ക കോൺഗ്രസിന്റെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ മുഖമായിട്ട് ഈ ഒരു വലിയ കാര്യത്തിൽ നമ്മൾ മുന്നിട്ടിറങ്ങണമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായിട്ടും അക്കാര്യത്തിലൊക്കെ നമ്മുടെ ജാലക്കുന്നിലച്ഛൻ സ്വപ്നങ്ങൾ കാണുന്നയാളാണ്. അദ്ദേഹം ഇക്കാര്യത്തിലുള്ള നല്ല പദ്ധതികൾ ആവിഷ്കരിച്ചിട്ടുണ്ടാവും. ഒറ്റക്കെട്ടായിട്ട് നമ്മൾ നീങ്ങണം. വലിയൊരു അപകടത്തിന്റെ മുമ്പിൽ നമ്മൾ എത്തിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു ചെറിയ വീഴ്ചകളിൽ കിട്ടിയിരിക്കുന്നത്. പിടിച്ചു കയറണം. ഈ ലോബികളൊക്കെ നമ്മളെ തകർക്കാൻ വേണ്ടി തന്നെ കച്ചുകെട്ടി ഇറങ്ങിയിട്ടുണ്ട്. മദ്യത്തേക്കാൾ ഉപരി മദ്യമം തന്നെയാണ്. മദ്യത്തേക്കാൾ ഉപരിയുള്ള കടുത്ത തിന്മയിലേക്കാണ് മയക്കുമരുന്നിന്റെ ലോബികൾ നമ്മളെ കൊണ്ടുവന്നെത്തിക്കുന്നത്. അതുകൊണ്ട് വളരെ കാര്യക്ഷമതയോടുകൂടി ഈ സമൂഹ തിന്മയ്ക്കെതിരായിട്ട് നമ്മൾ പൊരുതേണ്ട സമയമാണ്. ഇതുപോലത്തെ ഒരുപിടി പ്രതിസന്ധികളുടെ നടുവിൽ നമ്മൾ നിൽക്കുന്നു. സൈബർ അഡിക്ഷൻ നമ്മളൊന്ന് ചിന്തിക്കേണ്ട മേഖലയാണ്. മാർപ്പാപ്പ വളരെ മനോഹരമായ ഒരു ശാസ്ത്രീയ ലേഖനമാണ് പുതിയതായിട്ട് എഴുതിയിരിക്കുന്നത്. മനുഷ്യ മഹത്വത്തെ കുറിച്ച് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാങ്കേതിക പുരോഗതിയുടെ വളർച്ചകളൊക്കെ അതിന്റെ നന്മകളെല്ലാം മാർപ്പാപ്പ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് അത് നമ്മളെ അടിമയാക്കി കഴിഞ്ഞാൽ അതുണ്ടാകുന്ന അപകടങ്ങളെ കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിച്ച് പ്രബോധനം നൽകിയിരിക്കുകയാണ് മാർപ്പാപ്പ. നമ്മളത് പഠിക്കണം. ആ ശാസ്ത്രീയ ലേഖനം മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഗവൺമെന്റ് പബ്ലിക്കേഷൻ നടത്തുന്നതിനായിട്ട് മലയാളത്തിൽ അത് പരിഭാഷ നടത്തിയിരിക്കുന്നത്. നമ്മളത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. അത് തന്നെ ഒരു പഠനശീലമായിട്ട് പോലും തീർച്ചയായിട്ടും നമുക്ക് നടത്താൻ പറ്റുമെന്ന് ഞാൻ കരുതുകയാണ്. അതുകൊണ്ട് ഇങ്ങനെയുള്ള വലിയൊരു അഡിക്ഷനിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ നീങ്ങുന്നു. AI പോലെയുള്ള സാങ്കേതിക നിർമ്മിത ബുദ്ധി നല്ലതാണ്. പക്ഷെ അത് ഉണ്ടാക്കാവുന്ന അപകടങ്ങളെ കുറിച്ചുള്ള അറിവില്ലെങ്കിൽ അത് ഗൗരവമാണ്. ഏറ്റവും അവസാനമായിട്ട് ഇപ്പോഴും തീരാത്ത യുദ്ധമായിട്ട് നിൽക്കുന്ന അമേരിക്കൻ ഇറാൻ യുദ്ധത്തിന് പുറകില് AI ഉണ്ട്. AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇത്രയേറെ ആയിരക്കണക്കിന് സ്പോട്ടുകളിൽ ഇറാനിൽ അമേരിക്ക കൃത്യമായിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് ബോംബ് വർഷിച്ചത്. പക്ഷെ നമ്മളെല്ലാം സങ്കടത്തിലായിട്ട് ഒരു കാര്യമുണ്ട്. ഇറാൻ തീർച്ചയായിട്ടും ഇറാനിൽ അതുപോലെയുള്ള ഭീകര താവളങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് സംശയമൊന്നുമില്ല. പക്ഷേ ഒരു സ്ഥലം നമ്മളെ വല്ലാതെ വേദനിപ്പിച്ചു. ഒരു സ്കൂൾ തകർത്തു കളഞ്ഞു അമേരിക്ക. ആ സ്കൂളിൽ നിഷ്കളങ്കരായ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എല്ലാവരെയും ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവമാണ്. AI-യുടെ പിഴവായിരുന്നു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒരു നാടിൽ മുൻപ് ഭീകരതാവളമായിട്ട് മാർക്ക് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ്. പിന്നീട് അത് ഡിലീറ്റ് ചെയ്തിട്ട് പുത്തനായിട്ട് ലീഡ് ചെയ്യുന്ന AI പരാജയപ്പെട്ടു. AI-യുടെ കാഴ്ചപ്പാടിൽ അത് ഭീകരതാവളമായിരുന്നു, സ്കൂളായിട്ടത് മാറിയില്ലായിരുന്നു. നോക്കൂ, നിർമ്മിത ബുദ്ധിയുടെ പരിമിതി. നിർമ്മിത ബുദ്ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി മാത്രമേ ഉള്ളൂ. മനസ്സും ഹൃദയവും ആത്മാവും ഒന്നും അതിനില്ല. കരുണയില്ല, കരുതലില്ല. അതുകൊണ്ട് മനുഷ്യൻ നിർമ്മിത ബുദ്ധിക്ക് അടിമപ്പെട്ടു കഴിഞ്ഞാൽ വലിയ അപകടമാണെന്ന കാര്യം നമ്മൾ തിരിച്ചറിയണം. അതെല്ലാം മുമ്പിൽ കാണും. ഇങ്ങനെ പലതരത്തിലുള്ള വലിയ പ്രതിസന്ധികളുടെ നടുവിൽ വിഭാഗീയത, വർഗീയത, മദ്യം, മയക്കുമരുന്ന്, AI പോലെയുള്ള സാങ്കേതിക വിദ്യകളുടെ വളർച്ച, ഇങ്ങനെയൊക്കെയുള്ള വിവിധങ്ങളായ പ്രതിസന്ധികളുടെയും സാഹചര്യങ്ങളുടെയൊക്കെ നടുവിലാണ് നമ്മൾ നയിക്കുന്നത്. ഈ നടുവിൽ നിന്നുകൊണ്ട്, ഇവിടെ നിന്നുകൊണ്ട് വിശ്വാസത്തിൽ ഉറച്ചു കർത്താവിന് സാക്ഷ്യം വഹിക്കുവാൻ, തോമാശ്ലീഹായെ പോലെ വിട്ടുവീഴ്ചയില്ലാതെ സുവിശേഷ മൂല്യങ്ങൾക്ക് വേണ്ടി നിലപാട് സ്വീകരിക്കുവാൻ, വിട്ടുവീഴ്ചയില്ലാതെ സത്യത്തിനും നീതിക്കും വേണ്ടി പോരാടുവാൻ, മുഖം നോട്ടമില്ലാതെ സത്യം വിളിച്ചു പറയുവാൻ, ഭയമില്ലാതെ എവിടെയും ധീരമായ നിലപാട് സ്വീകരിക്കുവാൻ, വലിയ സാമൂഹ്യ പ്രതിബദ്ധതയോടെ ചുവടുകൾ വയ്ക്കുവാൻ കത്തോലിക്ക കോൺഗ്രസിന് സാധിക്കണം. അത് സാധിച്ചിട്ടുണ്ട്. ഇനിയും സാധിക്കട്ടെ. പാലാരൂപതയിലെ കത്തോലിക്ക കോൺഗ്രസ് ഇനിയും ആ മേഖലയിൽ കൂടുതൽ ഉയർന്ന് പ്രവർത്തിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇതിന് വലിയ നേതൃത്വം കൊടുത്ത് നയിക്കുന്ന ബഹുമാനപ്പെട്ട ഞാറക്കുന്നതിന് അഭിനന്ദനങ്ങളും ആശംസകളും അറിയിച്ചിട്ടുണ്ട്. ധീരമായ സാന്നിധ്യം നൽകി മുൻപോട്ട് നയിക്കുന്ന പ്രിയപ്പെട്ട പ്രസിഡന്റ് നിധീരി സാറിന് അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ട് കത്തോലിക്ക കോൺഗ്രസിന്റെ പാലാരൂപതയിലെ ഓരോ സാന്നിധ്യത്തെയും വ്യക്തിപരമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവിധ മംഗളങ്ങളും ചേർന്നുകൊണ്ട് ഔദ്യോഗികമായിട്ട് നിങ്ങളുടെ എല്ലാം അനുവാദത്തോടെ സാദരം ഈ സഭാദിനം ഉദ്ഘാടനം ചെയ്യപ്പെടുന്നതായി